ആലിമിന്റെ ദുആ തട്ടിക്കളയൂല എന്നാണ്. വരുന്ന 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി മദ്രസയിലെ മുഅല്ലിം ഡേ ആണ്. എല്ലാ വർഷവും മുഅല്ലിം ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും. ഉസ്താദുമാരെ കുറിച്ച് പറയാനും മദ്രസയെ കുറിച്ച് പറയാനും മദ്രസക്ക് വേണ്ടി മുൻകാലത്ത് ഖിദ്മത്തെടുത്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുമൊക്കെയുള്ള ദിവസമാണ് മുഅല്ലിം ഡേ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു സ്ഥലത്ത് ഒരു മദ്രസയുടെ 60-ാം വാർഷികത്തിന് പോയി. അപ്പോ അവിടെ ഇതേമാതിരി പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസ ഒരു പഴയ മദ്രസ ഒക്കെ പൊളിച്ച് പുതിയതാക്കി 60 കൊല്ലമായി മദ്രസ തുടങ്ങിയിട്ട്. 60-ാം വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എല്ലാം ഉള്ള പരിപാടിയാണ്. അവിടുത്തെ സംഘാടകരായ ചെറുപ്പക്കാര് കുട്ടികള് 60 കൊല്ലത്തിനിടയിൽ ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ പോയി സന്ദർശിച്ചു. അതാണ് 60-ാം വാർഷികത്തിന്റെ വളരെ പ്രധാന പരിപാടി. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, നീച്ച് നടക്കാൻ പറ്റുന്നവരൊക്കെ വാർഷികത്തിന് ക്ഷണിച്ചു. നീച്ച് നടക്കാൻ പറ്റാതെ ദണ്ണത്ത് കിടക്കുന്നവർക്കൊക്കെ ഒരു ഹദിയ കൊടുത്ത് 1 കിലോ ആപ്പിളൊക്കെ വാങ്ങിക്കൊടുത്ത് ഫാത്തിഹ ഓതി ദ്വാർപ്പിച്ചു പോന്നു. മരിച്ച ആളുകളുടെ ഖബർ കണ്ടെത്തി പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി. 60-ാം വാർഷികാഘോഷമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. നാളൊരിക്കൽ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളോടല്ല മുതിർന്ന ആൾക്കാരോട് തന്നെ, നിങ്ങളെ 1-ാം ക്ലാസ്സിലെ ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു കണ്ണടച്ച ഒരാളായിരുന്നു പറഞ്ഞു. ഇതൊക്കെയാണ് ഉസ്താദന്മാരെ പറ്റിയിട്ടുള്ള നമുക്കുള്ള അറിവേ. കണ്ണടച്ച ആള്, പാലത്തിന്റെ അപ്പുറത്തുനിന്ന് വന്ന ആള്, ഇതൊക്കെയാണ് നമുക്കുള്ള അറിവ്. 1-ാം ക്ലാസ്സിലെ ഉസ്താദിനെ മറന്നാൽ പിന്നെ നമ്മളൊന്നിനും പറ്റൂല. എന്താ കാരണം? പല്ലും കൂടിയും തേക്കാൻ മടിയുള്ള കാലത്ത് മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ചെന്നപ്പോ കൈയൊടിച്ചിങ്ങാണ്ട് അലിഫ് എന്ന് എഴുതി തന്ന ഉസ്താദാണ് 1-ാം ക്ലാസ്സിലെ ഉസ്താദ്. ആ അലിഫിൽ നിന്നാണ് PhD വരെ എത്തിയിട്ടുള്ളത്. മറന്നാ പിന്നെ എന്തിനാ നമ്മളെ പറ്റാ? അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ എന്ന് പറയുന്നത്.